വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം കമാ തുഹിബ്ബു വതർളാഹ് അദദ മാ തുഹിബ്ബു വതർളാഹ്. അവ്വലു മൻ ആമന ബിഹി അബൂബക്കർ, അവ്വലു മൻ സദ്ദഖനി അബൂബക്കർ, അവ്വലു മൻ ദഖല ജന്നത മിൻ ഉമ്മത്തി അബൂബക്കർ. സയ്യിദിനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അല്ലാഹുവിൻ്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആദ്യമായി എന്നെ കൊണ്ട് വിശ്വസിച്ചതും സിദ്ദീഖുൽ അക്ബറാണ്. ആദ്യമായി എന്നെ കൊണ്ട് വാസ്തവമാക്കിയതും അബൂബക്കർ സിദ്ദീഖ് തന്നെയാണ്. എൻ്റെ സമുദായത്തിൽ നിന്ന് ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല തങ്ങളാണ്. ആ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല പറയുന്നു, ഓ മനുഷ്യന്റെ കാലിൽ കടക്കുന്ന ചെരുപ്പിന്റെ വള്ളിയുണ്ടല്ലോ, ആ ചെരുപ്പിന്റെ വള്ളി നിന്നോട് എത്രമാത്രം അടുത്തുവോ അതിനേക്കാൾ നിന്നോട് മരണം അടുത്തിരിക്കുന്നു എന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏത് സമയം മുഅ്മിനീങ്ങളായ നാം മരണത്തെ പ്രതീക്ഷിക്കണം. അള്ളാഹുവിൻ്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കേൾക്കാതെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തന്നെ പറയുകയില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം കഅബ ശരീഫിന്റെ ചാരത്ത് നിന്ന് പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ അബൂ ജഹൽ ലഅനത്തുല്ലാഹി അലൈഹി വന്നുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ ചെരുപ്പിൻ മുകളിലേക്ക് ആണി തറച്ചുകൊണ്ട് ആ ചെരുപ്പ് കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടിക്കുകയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശരീരമാകമാനം ചോര വന്നൊഴുകുകയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബോധരഹിതരാവുകയും ചെയ്തു. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തുണ്ടായിരുന്നു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബോധം വന്നപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യം, എൻ്റെ ഹബീബ് എവിടെ? എൻ്റെ ഹബീബിനെ കാണാതെ ഞാൻ വെള്ളം കുടിക്കുകയോ ഞാനൊന്നും തന്നെ ചെയ്യുകയുമില്ല. അത്രത്തോളം റസൂലുള്ളാഹിനെ സ്നേഹിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അല്ലാഹു നമുക്കും നാവുമായി ബന്ധപ്പെട്ടവർക്കും സ്വർഗം തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.